മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. നവീന പദ്ധതികളുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 29,59,63,110 രൂപ വരവും 25,60,40,555 രൂപ ചിലവും 3,93,22,555 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് അവതരിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണം, ഭവന നിർമ്മാണം, തൊഴിൽ ശേഷി വികസനം, ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 29,53,63,110 രൂപ വരവും 25,60,40,555 രൂപ ചിലവും 3,93,22,555 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ അധ്യക്ഷത വഹിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാടിന്റെയും ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിനും ആയത് ഉറപ്പുവരുത്തുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സദാ പ്രതിജ്ഞാബദ്ധരാണ്. ഭാരതത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചതാണ് പഞ്ചവത്സര പദ്ധതികൾ. നമുക്കറിയാം, ഫലപ്രദമായ പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുന്നതിനും ആസൂത്രണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുമാണ് നമ്മൾ ആയതിലൂടെ ലക്ഷ്യമിട്ടത്. സർക്കാർ സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്നും ലഭ്യമാക്കുന്ന ഫണ്ടുകളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടകയും ഉൾക്കൊള്ളുന്ന തനത് വരുമാനവും ചേർന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്രോതസ്. 2026-27 സാമ്പത്തിക വർഷത്തേക്ക് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ 6,51,81,000 രൂപയും, പ്രത്യേക ഘടക പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിന് 3,14,24,000 രൂപയും, അതുപോലെ പട്ടികവർഗ ഉപപദ്ധതി ഇനത്തിൽ പട്ടികവർഗ വിഭാഗത്തിനായി 2,94,000 രൂപയും ആണ് 2026-27 വർഷത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വനിതകളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രാപ്തരാക്കുന്നതിനായി വനിതാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂണിറ്റിന് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഭവന പദ്ധതികൾക്കായി 2 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം മുതൽ നിയമനം വരെ ഏകോപിപ്പിക്കുന്ന സംവിധാനത്തിനായി കരിയർ കണക്ട് പദ്ധതിക്കും ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പിനും ഭിന്നശേഷി കലാമേളയ്ക്കും വനിതാ ഫെസിലിറ്റേഷൻ സെന്ററിനുമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ ബജറ്റിൽ ആരോഗ്യം, ശുചിത്വം, കുടിവെള്ളം തുടങ്ങിയ മേഖലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷി പ്രോത്സാഹനത്തിനും ക്ഷീര കർഷകരുടെ സഹായത്തിനുമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെബീർ കർമുക്കിൽ, ആയിഷ മേക്കോട്ടിൽ, സുധ പൊട്ടിപ്പാറ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P. സുബേർ മാസ്റ്റർ, പ്രബീന ഹബീബ്, ഇഫ്രമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ T. രാധാകൃഷ്ണൻ, സുനിൽ രാമനാടൻ, ഫാത്തിമത്ത് ഷബ്ന, സക്കീന പുത്തൻകോട്ട്, ഉമ്മുൽ ഫസീല, വാഹിദ ടീച്ചർ, സഫ്വാന, ഷീന പുലാക്കോടി, അബ്ദുൽ ജലീൽ, ഷാജി കട്ടുപ്പാറ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.